ഗൾഫിൽ തെയ്യം അവതരിപ്പിച്ചതിന്റെ പേരിൽ പത്മശ്രീ ജേതാവായ കലാകാരൻ വരെ നാട്ടിൽ സമുദായങ്ങളുടെ വിലക്ക് നേരിട്ടുവെന്ന് യുഎയിലെ കളിയാട്ടം സംഘാടകരുടെ വെളിപ്പെടുത്തൽ. വിവാദങ്ങൾക്കും വിലക്കിനുമിടെ അജ്മാനിൽ ഈ മാസം വീണ്ടും കളിയാട്ട മഹോത്സവം നടക്കുമെന്ന് യുഎഇ കളിയാട്ട സമിതി അറിയിച്ചു. കാവിലും അമ്പലത്തിലുമല്ലാതെ അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ആചാരമര്യാദകൾ ലംഘിച്ച് തെയ്യം കെട്ടിയെന്നാരോപിച്ചാണ് കലാകാരന്മാർക്ക് സമുദായങ്ങൾ വിലക്കേർപ്പെടുത്തിയതെന്ന് യുഎഇ കളിയാട്ട സമിതി സ്ഥാപകൻ ഡോക്ടർ നിജിത് ചന്ദ്രൻ പറഞ്ഞു. ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരാൾ നമ്മുടെ നാരായണേട്ടൻ, അതായത് പത്മശ്രീ കിട്ടിയ തെയ്യം കലാകാരൻ എന്ന നിലയിൽ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ പത്മശ്രീ കിട്ടുന്ന ഏക വ്യക്തിയാണ് ഈ പത്മശ്രീ നാരായണ പെരുവണ്ണാൻ എന്ന് പറഞ്ഞ വ്യക്തി. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പറയാം, സോഷ്യൽ മീഡിയയിൽ കൂടിയും അതുപോലെ ഈ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സമുദായക്കാർ പല സമുദായക്കാരാണ്. വണ്ണാന്മാർ, ഇപ്പോൾ പെരുവണ്ണാന്മാർ, വണ്ണാന്മാർ, തീയർ, ഇപ്പോൾ പല ഓരോ ജാതി ഇതിൽ വരുന്ന തെയ്യങ്ങളാണ്. അപ്പോൾ ആ ഓരോ സമുദായക്കാരും വ്യത്യസ്ത രീതിയിൽ വിലക്കുകൾ ഏർപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാരായണേട്ടൻ ഏറ്റവും കൂടുതൽ പുള്ളിൻ്റെ പേര് എടുത്തു പറയുന്നത് വെച്ചാൽ നാരായണേട്ടൻ നാട്ടിൽ പോയപ്പോൾ പല തെയ്യങ്ങളും വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് 50 അത്ര പ്രായമുള്ള ആളാണ്. അത്രയും വർഷമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന കാവിൽ പോലും കെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് പലരും കാവിൽ മാറ്റി നിർത്തി പുള്ളീന. 18 കലാകാരന്മാരാണ് കഴിഞ്ഞ വർഷം യുഎഇയിൽ തെയ്യം കെട്ടിയത്. അവർ ഇക്കുറി എത്തുന്നില്ല. വിലക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിലും 10 കലാകാരന്മാർ ഈ മാസം 8, 9 തീയതികളിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിൽ കളിയാട്ടത്തിനെത്തും. തെറ്റിദ്ധാരണ മൂലമാണ് അത്രയും വിവാദത്തിലേക്ക് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ യുഎഇ പോലുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഈ പറഞ്ഞ ക്ലബ്ബുകളോ അല്ലെങ്കിൽ അസോസിയേഷൻ ഹാളുകളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു അതായത് അങ്ങനെയുള്ള വേദികൾ മാത്രമേ നമുക്ക് ഈ തെയ്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം നമ്മളെ അമ്പലങ്ങളും ഈ പറഞ്ഞ കാവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പതികെട്ടി ചെയ്യാൻ പറ്റുന്ന തെയ്യങ്ങൾ, നമ്മൾ നാട്ടിൽ പതികെട്ടി ചെയ്യുന്ന തെയ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള തെയ്യങ്ങളെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നതും ഭക്തർക്ക് നാട്ടിലെങ്ങനെ നമ്മൾ ആചാരാനുഷ്ഠാനപരമായി ചെയ്യുന്നോ അതേ രീതിയിലാണ് ഇവിടെയും തെയ്യം നടക്കുന്നത്. അതാണ് പറയാനുള്ളത്. ആയിരക്കണക്കിന് പേരെയാണ് കളിയാട്ട മഹോത്സവത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിപ്പാട് ഇക്കുറി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 ദുബായ്.